നമസ്കാരം. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ കീഴടങ്ങാൻ മടിച്ച് അവരോട് ധീരമായി പോരാടി മരിച്ച ഒരു യോദ്ധാവായിരുന്നു. അങ്ങനെയാണ് ഇടത് ഇസ്ലാമിക ആവാസ വ്യവസ്ഥ തീറ്റിപ്പോറ്റുന്ന വിഘടനവാദപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ചരിത്രകാരന്മാർ നമ്മുടെ ഭാരതീയ സമൂഹത്തോട് പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭാരതീയ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്തായിരുന്നു? ടിപ്പു സുൽത്താൻ യുദ്ധപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഒരു ഭീരുവായി തന്നെ പിന്തിരിഞ്ഞോടേണ്ട ഒരു അവസ്ഥ തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്ന് ടിപ്പു സുൽത്താന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ബ്രിട്ടീഷുകാരായതുകൊണ്ട്, കാരണം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടില്ല. ഓർക്കുന്നുണ്ടാവും, മുൻ മന്ത്രി കെ ശൈലജ പഴശ്ശിരാജയെ അനുസ്മരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ ടിപ്പു സുൽത്താൻ ആത്മഹത്യ ചെയ്തിട്ടില്ല, ധീരനായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഒരിക്കലും കീഴടങ്ങിയിരുന്നില്ല, പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തയാളാണ് എന്നൊക്കെ പറഞ്ഞ് പഴശ്ശിരാജയെ അപമാനിക്കുവാൻ വേണ്ടി പോലും ടിപ്പുവിനെ ഉയർത്തിക്കൊണ്ടുവന്ന് പലരും പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയത് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ടിപ്പു സുൽത്താനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ ടിപ്പു കീഴടങ്ങിയിട്ടില്ല എന്നുള്ള ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടത് ഇസ്ലാമിക ആവാസ വ്യവസ്ഥ തീറ്റിപ്പോറ്റുന്ന വിഘടനവാദി ചരിത്രകാരന്മാർ പ്രചരിപ്പിച്ച ആ ചരിത്രത്തിൻ്റെ സത്യാവസ്ഥയൊന്ന് പരിശോധിച്ചാൽ, ടിപ്പു സുൽത്താൻ നല്ല വൃത്തിയായിട്ട്, അതായത് കീഴടങ്ങാവുന്നതിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ, ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പോൾ അക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, അത് ഓർത്തുകൊള്ളുക, അവർക്ക് മുൻപിൽ പരിപൂർണമായി കീഴടങ്ങി അടിയറവ് വെച്ച ചരിത്രമുണ്ട്. ഈ ചരിത്രരേഖകളുണ്ട്. പക്ഷേ ആ ചരിത്രരേഖകൾ ദൗർഭാഗ്യവശാൽ ഭാരതീയ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിനെ മറച്ചു പിടിച്ച് ടിപ്പു സുൽത്താനെ അനർഹമായ ഒരു സ്ഥാനം നൽകി സ്വാതന്ത്ര്യ സമര സേനാനിയും ധീരയോദ്ധാവും ഒക്കെയായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ഈ നേരത്തെ പറഞ്ഞ വിഘടനവാദപരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ചരിത്രകാരന്മാരെന്ന് പറയുന്നത് സ്വയം പ്രഖ്യാപിത ചരിത്രകാരന്മാരാണ്. അതിൽ റോമില താപ്പർ പെടും, ഇർഫാൻ ഹബീബ് പെടും, കർണാടകയിലുള്ള ഗിരീഷ് കർണാട് പെടും, തുടങ്ങിയവരെല്ലാം അതിൽ പെടും. അതിൻ്റെ ആധുനിക പരിച്ഛേദങ്ങളായിട്ട് കൂടുതൽ അപകടകാരികളായിട്ടുള്ള വാര്യംകുന്നൻ്റെ സിനിമ എടുക്കുവാനായി അതിൻ്റെ തിരക്കഥയിൽ ആദ്യം ബന്ധപ്പെട്ടിരുന്ന റമീസ് മുഹമ്മദും എല്ലാം പെടും. ഇവരെല്ലാം പെടുന്ന ഇത്തരത്തിലുള്ള സ്വയം പ്രഖ്യാപിത ചരിത്രകാരന്മാർ ടിപ്പു സുൽത്താനെ അത്തരത്തിലൊരു ധീരതയുടെ പര്യായമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1790 മുതൽ 1792 വരെ നീണ്ട മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കോൺവാലിസ്, അന്നത്തെ ഗവർണർ ജനറലായ കോൺവാലിസിൻ്റെ മുൻപിൽ ശ്രീരംഗപട്ടണത്തിൻ്റെ, ടിപ്പുവിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിൻ്റെ പ്രതിരോധങ്ങളെല്ലാം തകർന്നടിയുകയും ടിപ്പു പൂർണ്ണമായി കോൺവാലിസിന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്ന് ഗവർണർ ജനറലായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായിരുന്നു കോൺവാലിസ് പ്രഭുവിൻ്റെ മുമ്പിൽ കീഴടങ്ങിയ ടിപ്പു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന മൈസൂർ സാമ്രാജ്യത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ഭാഗങ്ങൾ ടിപ്പുവിന് നഷ്ടമായി. അതൊന്ന്. രണ്ടാമത്തെ വ്യവസ്ഥ ഈ ഉടമ്പടിയിലുണ്ടായിരുന്നത്, ആ സമയത്ത് 1792 കാര്യമാണ് പറയുന്നത്, ആ സമയത്ത് 3,30,00,000 രൂപ ബ്രിട്ടീഷുകാർക്ക് കപ്പമായിട്ടോ അല്ലെങ്കിൽ പിഴപ്പണമായിട്ടോ ടിപ്പു നൽകാമെന്ന് സമ്മതിച്ചു. ഏറ്റവും അപമാനകരമായൊരു സംഗതി, അബ്ദുൽ ഖാലിഖ്, മുയിസുദ്ദീൻ എന്നീ ടിപ്പുവിൻ്റെ രണ്ട് മക്കളെ ജാമ്യ തടവുകാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ കൊണ്ടുപോകുന്നത് ടിപ്പുവിന് രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു, വിനീത വിധേയനായി. ഇത്തരത്തിലുള്ള ഒരു പരിപൂർണമായിട്ടുള്ള പരാജയവും ഒരു കീഴടങ്ങലും നടത്തിയ ഒരു വ്യക്തിയെയാണ് നമ്മുടെ മുമ്പിൽ, ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ കീഴടങ്ങാൻ വിസമ്മതിച്ച് ധീരമായി പോരാടി മരണത്തെ പുൽകിയ ധീരയോദ്ധാവായ ടിപ്പു സുൽത്താൻ, ഷഹീദ് ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് ടിപ്പു ജയന്തി വരെ കർണാടകത്തിൽ ആഘോഷിക്കുന്നു. കേരളത്തിലും മലപ്പുറത്തുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പലർക്കും ടിപ്പുവിനെ മലപ്പുറത്തിൻ്റെ രാഷ്ട്രവാപ്പയാക്കിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹവും ഇങ്ങനെ നുരഞ്ഞു പതഞ്ഞ് പുറത്തേക്ക് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ചരിത്രത്തിൻ്റെ തമസ്കരിച്ച ഭാഗത്തെ നാം അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ ഒരു നയങ്ങളും ടിപ്പുവിൻ്റെ ഒരു രീതികളും ഒരു സമ്പൂർണമായ ജിഹാദിയുടേതായിരുന്നു, ഒരിക്കലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടേതായിരുന്നില്ല. ബ്രിട്ടീഷുകാരോട് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ടിപ്പു എതിർത്തിരുന്നത് അയാളുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കാലത്ത് പല നാട്ടുരാജാക്കരും
രാജാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ എന്നാൽ ബ്രിട്ടീഷുകാരോട് എതിരിടാൻ മറ്റൊരു അധിനിവേശ ശക്തിയായ, ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു അധിനിവേശ ശക്തിയായ ഫ്രഞ്ചുകാരോട് കൂട്ടുചേർന്നാണ് ടിപ്പു ബ്രിട്ടീഷുകാരെ എതിർത്തിരുന്നത്. അതായത് നെപ്പോളിയൻ ബോണാപ്പാർട്ടിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഫ്രാൻസിനോട് കൂട്ടുചേർന്നാണ് ബ്രിട്ടീഷുകാരെ ടിപ്പു എതിർത്തിരുന്നത്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധകാലത്ത് ഈജിപ്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന നെപ്പോളിയന് ടിപ്പുവിൻ്റെ സഹായത്തിന് ആളും അർത്ഥവും അയക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതും ടിപ്പുവിൻ്റെ പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ടെന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. അപ്പോൾ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ചരിത്രം ഏതാണ്ട് ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ടിപ്പുവിൻ്റെ ഒരു പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കീഴടങ്ങലിൻ്റെ കഥ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അറിയാത്തവരോടൊന്ന് പറയുവാനാണ്. ഇനി ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ടിപ്പുവിൻ്റെ പരാജയത്തിൻ്റെ കഥ. ഭീരുവായ ടിപ്പു സുൽത്താൻ, ധൈര്യശാലിയാണ്, ധീരവീര ചെങ്കീരിയാണ് എന്നൊക്കെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ വിഘടനവാദികളായിട്ടുള്ള ചരിത്രകാരന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ടിപ്പുവിൻ്റെ ഒരു ചിത്രം. 1789 ഡിസംബർ മാസം തിരുവിതാംകൂറിനെ ആക്രമിക്കാനെത്തിയ ടിപ്പുവിനെയും സൈന്യത്തെയും 20 പേർ മാത്രം അടങ്ങുന്ന ഒരു സംഘം ഒരു ചാവേറാക്രമണമെന്നോ ഒളിയാക്രമണമെന്നോ അല്ലെങ്കിൽ ഒളിപ്പോരെന്നോ പറയാവുന്ന ഒരു യുദ്ധതന്ത്രത്തിലൂടെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ടിപ്പുവിൻ്റെ കാലിൽ സ്ഥിരമായിട്ടുള്ളൊരു മുടന്ത് അതിനുശേഷം സമ്മാനിച്ച് ഒരു ഭീരുവായി തന്നെ പാതകം പോലും അണിയാതെ, അതായത് ചെരുപ്പ് പോലും എടുക്കുവാൻ സമയം കിട്ടാതെ തിരിഞ്ഞോടുന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഉള്ള ചരിത്രവും ട്രാവൻകൂർ മാനുവൽ മുതൽ അക്കാലത്തുള്ള ചരിത്രരേഖകളിൽ പലതിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ആ രേഖകളെല്ലാം, അല്ലെങ്കിൽ ആ രേഖകളുടെ ഈ ഭാഗങ്ങളെല്ലാം വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ വളരെ കൃത്യതയോടുകൂടി തമസ്കരിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. ആ ചരിത്രമൊന്ന് ചുരുക്കി പറഞ്ഞാൽ, തിരുവിതാംകൂറിനെ ലക്ഷ്യമാക്കി മലബാറെല്ലാം കീഴടക്കി ഹൈന്ദവ വംശഹത്യയും മതപരിവർത്തനവും എല്ലാം അനസ്യൂതം നടത്തി മുന്നേറിക്കൊണ്ടിരുന്ന ടിപ്പു നെടുങ്കോട്ടയിലെത്തി തിരുവിതാംകൂർ പട്ടാളത്തിനാൽ തടയപ്പെട്ടു. പക്ഷേ ടിപ്പുവിൻ്റെ സൈനിക ശക്തി വളരെ വലുതായിരുന്നു. ഒപ്പം പീരങ്കി പോലുള്ള നെടുങ്കോട്ട തകർക്കുവാൻ പ്രാപ്തമായിട്ടുള്ള ആയുധങ്ങൾ ടിപ്പുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല എന്ന തിരുവിതാംകൂർ പട്ടാളത്തിന് ഉറപ്പായിരുന്നു. അതിനാൽ തന്നെ പലപ്പോഴും ഒളിപ്പോരിൻ്റെ രീതികൾ സ്വീകരിച്ച് വൈക്കം പത്മനാഭ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറു സൈനിക വിഭാഗം ടിപ്പുവിനോട് പലപ്പോഴും ഏറ്റുമുട്ടി. 2 തവണ ഏറ്റുമുട്ടി. 2 തവണയും ടിപ്പുവിനെ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതമാക്കിയ ആളാണ് വൈക്കം പത്മനാഭപിള്ള. വൈക്കം പത്മനാഭപിള്ള ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കടുത്തുരുത്തിയിൽ ഉള്ള അന്നുണ്ടായിരുന്ന നന്ദിയത്ത് കളരിയിലെ കൊച്ചാശാനായിരുന്നു. കൊച്ചാശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ അസിസ്റ്റന്റ് ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചാശാനായിരുന്നു വൈക്കത്ത് പത്മനാഭപിള്ള. ആ സമയത്ത് 20കളിൽ മാത്രം എത്തി നിൽക്കുന്ന പ്രായമുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം അവസാനം ഈ 2 തവണ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയെങ്കിലും ടിപ്പുവിൻ്റെ സൈനിക ശക്തിയുടെ വലിപ്പവും അയാളുടെ ആയുധങ്ങളുടെ ഒരു വ്യാപ്തിയും ശക്തിയും മനസ്സിലാക്കിയ വൈക്കം പത്മനാഭപിള്ള 20 പേരടങ്ങുന്ന ഒരു സംഘം, താൻ ഉൾപ്പെടെ 20 പേരടങ്ങുന്ന ഒരു സംഘം, 21 എന്നും പറയുന്നുണ്ട്. പക്ഷേ 20 എന്നാണ് മിക്കവാറും രേഖകൾ കാണപ്പെടുന്നത്. 20 പേരടങ്ങുന്ന ഒരു സംഘവുമായി രാത്രി ടിപ്പുവിൻ്റെ താവളം ആക്രമിക്കുകയും പരിപൂർണമായ നാശം വിതയ്ക്കുക മാത്രമല്ല, ടിപ്പുവിൻ്റെ അടുത്തെത്തി ടിപ്പുവിൻ്റെ കാലിൽ വെട്ടി സ്ഥിരമായിട്ടുള്ളൊരു മുടന്ത് സമ്മാനിച്ച് പാതകങ്ങൾ പോലും എടുക്കാതെ, പാദരക്ഷകൾ പോലും എടുക്കുവാനുള്ള സമയം നൽകാതെ ടിപ്പുവിനെ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതനാക്കി. അത് മാത്രമല്ല, ടിപ്പുവിൻ്റെ ഉടവാൾ, വെഞ്ചാമരം, പല്ലക്ക്, ഇവിടെയെല്ലാം പല്ലക്കുകൾ കൊണ്ടുപോകും. കാരണം ഈ ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി പല്ലക്കിൽ ആൾക്കാരെടുത്ത് ടിപ്പുവിനെ കടത്തുവാൻ വേണ്ടിയിട്ടായിട്ട്, ചില സ്ഥലങ്ങളിൽ യുദ്ധം കഴിഞ്ഞാൽ ഒരു ഘോഷയാത്ര നടത്തുവാനൊക്കെ ആയിട്ട് പല്ലക്കും ഒക്കെ കൊണ്ടാണ് ടിപ്പുവിൻ്റെ സൈന്യം സഞ്ചരിച്ചത്. ആ പല്ലക്കുൾപ്പെടെ പല്ലക്ക്, വെഞ്ചാമരം, ടിപ്പുവിൻ്റെ ഒരു കത്തി, ടിപ്പുവിൻ്റെ ഉടവാൾ, ഇതെല്ലാം തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുക്കുകയും അതിനുശേഷം തിരുവിതാംകൂറിൻ്റെ സുഹൃത്തും ടിപ്പുവിൻ്റെ ശത്രുവുമായിരുന്ന ആർക്കോട്ട് നവാബിന് ഈ ഉടവാൾ തിരുവിതാംകൂർ രാജാവ് സമ്മാനിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. ഇനി ടിപ്പുവിൻ്റെ ഉടവാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ദൂരദർശനിലൂടെ പ്രശസ്തമായി പിന്നെ വിജയമല്യ വാങ്ങി എന്ന് പറയപ്പെടുന്ന ടിപ്പുവിൻ്റെ ഉടവാളുണ്ട്. അതല്ല ടിപ്പുവിൻ്റെ ഉടവാൾ. അത് ടിപ്പുവിൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കണ്ടെടുത്ത ബെഡ് ചേംബർ സോഡ്, അതായത് കിടപ്പുമുറി ഉടവാൾ അല്ലെങ്കിൽ കിടപ്പുമുറി വാൾ എന്ന് പറയാവുന്ന വാളാണ്. ടിപ്പുവിൻ്റെ യുദ്ധത്തിൽ അയാൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഉടവാൾ തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുക്കുകയായിരുന്നു ഞാൻ ഈ പറഞ്ഞ യുദ്ധത്തിൽ, നെടുങ്കോട്ട യുദ്ധത്തിൽ.
പിന്തിരിഞ്ഞോടിയ ടിപ്പു ആ വാളിവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു. ട്രാവൻകൂർ മാനുവൽ ഉൾപ്പെടെയുള്ള ചരിത്രരേഖകളിൽ ഈ സംഭവത്തിൻ്റെ വിശദമായ പരാമർശങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈക്കം പത്മനാഭപിള്ള തമസ്കരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുവാൻ ഈ ചരിത്രം നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. കാരണം ഇതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. ആ ഒരു കടമയിൽ എൻ്റെ ഭാഗം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ഒപ്പം ടിപ്പുവിൻ്റെ ധൈര്യത്തെയും സ്ഥൈര്യത്തെയും ബ്രിട്ടീഷുകാരോടുള്ള കീഴടങ്ങാൻ കൂട്ടാക്കാത്ത മനസ്സിൻ്റെ ഒരു ദൃഢതയുടെയും ഒക്കെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ ചരിത്രകാരന്മാരുടെ യഥാർത്ഥ മുഖവും നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുകയായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഇടത് ഇസ്ലാമിക ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിൽ തഴച്ചു വളർന്ന സ്വയം പ്രഖ്യാപിത ചരിത്രകാരന്മാരുടെ ഒരു ആധുനിക പരിച്ഛേദം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവർ ഈ റമീല ഥാപ്പറേക്കാളും ഇർഫാൻ ഹബീബിനേക്കാളും രാമചന്ദ്ര ഗുഹയെക്കാളും ഗിരീഷ് കർണാടിനേക്കാളും ഒക്കെ 100 മടങ്ങ് അപകടകാരികളായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവരിലൊരു പ്രതിനിധിയാണ് ഇപ്പോൾ ടിപ്പുവിനെയും വാര്യംകുന്നനെയും ഒക്കെ, അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ ടിപ്പുവിനെയും വാര്യംകുന്നനെയും ഒക്കെ നമ്മുടെ മുമ്പിൽ വീരപുരുഷന്മാരായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൽ പ്രമുഖൻ എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പേര് റമീസ് മുഹമ്മദ് എന്നാണ്. റമീസ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഈ ഒരു വാര്യംകുന്നനെ സംബന്ധിച്ചൊരു സിനിമ ആഷിഖ് അബു എടുക്കുവാൻ പദ്ധതിയിട്ടിരുന്നു, പൃഥ്വിരാജിനെ നായകനാക്കി. ആ സിനിമയുടെ തിരക്കഥയുമായി ബന്ധപ്പെട്ടാണ് റമീസ് മുഹമ്മദിൻ്റെ പേര് പൊതുസമൂഹം അറിയുന്നത്. എനിക്ക് വ്യക്തിപരമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് പരിചയമുണ്ടെന്നുള്ളതല്ല, റമീസ് മുഹമ്മദുമായി മുൻപേ തന്നെ പരിചയമുണ്ട് ഫേസ്ബുക്കിലൂടെ. റൈറ്റ് തിങ്കേഴ്സ് എന്നുള്ളൊരു പരിപൂർണ ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു റമീസ് മുഹമ്മദ്. ആ ഗ്രൂപ്പിൻ്റെ ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് വിശദമായി എഴുതുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ റമീസ് മുഹമ്മദിനെ അവർ തന്നെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ റമീസ് മുഹമ്മദുമായിട്ടൊരു പലപ്പോഴും റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ഞാനും അംഗമായിരുന്നു, ജിഹാദിയായിട്ടല്ല, എതിർ ഗ്രൂപ്പിൽ. അവർക്ക് എതിർ ശബ്ദങ്ങൾ വേണമെന്നുള്ള കാരണം കൊണ്ട് ചിലരെ അവർ അംഗമാക്കി വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്ത് പുറത്താക്കിയത്. ആ ഗ്രൂപ്പിൽ വെച്ച് ടിപ്പുവിനെ സംബന്ധിച്ചൊരു സംവാദം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി പറഞ്ഞൊന്ന് നിർത്താം. കാരണം ടിപ്പുവിനെ കുറിച്ചുള്ള ഒരു പ്രകീർത്തന പോസ്റ്റിൽ ഈ റമീസ് മുഹമ്മദ് എഴുതിയിരുന്നത്, ടിപ്പുവിൻ്റെ മരണശേഷം ടിപ്പുവിൻ്റെ ശവശരീരത്തിൻ്റെ നെഞ്ചത്ത് കാൽ വെച്ച് കോൺവാലിസ് പ്രഭു പറഞ്ഞു, ഭാരതത്തിനെ ഇനി നമുക്ക് എളുപ്പം വരുതിയിലാക്കാം. അവസാനത്തെ എതിരാളി, ഒരേ ഒരു ധീരനായ എതിരാളി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് കോൺവാലിസ് പ്രഭു പറഞ്ഞു എന്ന് ഒരു ശങ്കയ്ക്കുമിടയില്ലാത്ത വിധം റമീസ് മുഹമ്മദ് എഴുതി വെച്ചു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പുവിൻ്റെ മരണം അല്ലെങ്കിൽ ടിപ്പു കൊല്ലപ്പെട്ട യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിച്ചിരുന്നത് കോൺവാലിസ് ആയിരുന്നില്ല. കോൺവാലിസ് ആ സമയത്ത് അയർലൻഡിലെ ഗവർണർ ജനറലോ മറ്റോ ആയിരുന്നു. സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഗവർണർ ജനറലോ മറ്റോ ആയിരുന്നു. അയർലൻഡിലായിരുന്നു കോൺവാലിസ് ടിപ്പു കൊല്ലപ്പെടുന്ന സമയത്ത്. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ നയിച്ചിരുന്നത് കോൺവാലിസ് ആയിരുന്നു. ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതും കോൺവാലിസ് ആയിരുന്നു. എന്നാൽ ടിപ്പു കൊല്ലപ്പെടുന്ന 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ നയിച്ചിരുന്നത് ആർതർ വെല്ലിസ്ലി ആയിരുന്നു. കോൺവാലിസ് ആ പരിസര പ്രദേശത്ത് പോലും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അയർലൻഡിലായിരുന്നു കോൺവാലിസ് ടിപ്പു കൊല്ലപ്പെടുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാനൊന്ന് പരാമർശിച്ചപ്പോൾ അപ്പോൾ ആ പോസ്റ്റ് റമീസ് മുഹമ്മദ് മുക്കി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രാവബോധം. അതുകൊണ്ട് ഒരു അർത്ഥശങ്കയ്ക്കുമിടയില്ലാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വിദഗ്ധനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഇടത് ഇസ്ലാമിക ആവാസ വ്യവസ്ഥ പരിപോഷിപ്പിക്കുന്ന ഒരു ചരിത്രകാരന്മാരുടെ, സ്വയം പ്രഖ്യാപിത ചരിത്രകാരന്മാരുടെ ആധുനിക പരിച്ഛേദമാണ്, കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു പരിച്ഛേദമാണ് ഈ റമീസ് മുഹമ്മദിനെ പോലുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് വാര്യംകുന്നനെക്കുറിച്ചൊരു സിനിമ എടുക്കുവാനുള്ള സംരംഭത്തിൽ അയാൾ മുഖ്യ പങ്കാളിയായതും. ആ സിനിമ ഒടുവിൽ മുടങ്ങിപ്പോയപ്പോൾ എ മാൻ ഹൂ വുഡ് ഹാവ് ബീൻ കിങ് എന്നുള്ള പേരിൽ, അങ്ങനെ എന്തോ ആണ് പേര്, എ മാൻ വുഡ് ഹാവ് ബീൻ കിങ് എന്നുള്ള ആണെന്ന് തോന്നുന്നു. ആ പേരിൽ വാര്യംകുന്നൻ്റെ ആത്മകഥ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജീവചരിത്രം എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം പുറത്തിറക്കുകയും അതിൽ ജോർജ് പഞ്ചമൻ്റെ മകനാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു വ്യാജ ചിത്രം, ഇതായിരുന്നു വാര്യംകുന്നൻ എന്നുള്ള രീതിയിൽ, ഒരു നീലക്കണ്ണും ജോർജ് പഞ്ചമൻ്റെ മുഖവുമായി വളരെയധികം സാമ്യമുള്ള മുഖവുമായി നിൽക്കുന്ന വാര്യംകുന്നൻ. ജോർജ് പഞ്ചമൻ്റെ ഇപ്പോൾ ആ സമയത്ത് ഏറനാട് മക്കളാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു ചിത്രവുമായി ഒരു വ്യാജ ചരിത്രം പടച്ചിറക്കിയ വ്യക്തിയാണ് ഈ റമീസ് മുഹമ്മദ്. ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പുവിൽ തുടങ്ങുന്ന ഈ ഒരു ചരിത്രത്തിൻ്റെ അപനിർമ്മിതി, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ചരിത്രത്തിൻ്റെ
തമസ്കരണം, ഇവയുടെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഭാരതത്തിൻ്റെ വീരപുത്രന്മാരുടെ അല്ലെങ്കിൽ ധീരന്മാരുടെയും ധീരാംഗനമാരുടെയും ചരിത്രത്തെ തമസ്കരിച്ച് ഇത്തരത്തിലുള്ള വ്യാജ ബിംബങ്ങളെ, അതിലും പ്രധാനമായി ഇസ്ലാമിക ബിംബങ്ങളെ ഭാരത സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള വ്യക്തമായൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇടത് ഇസ്ലാമിക ആവാസ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ഈ ആവാസ വ്യവസ്ഥയിൽ ഇസ്ലാമിക ശക്തികൾക്കാണ് മേൽക്കോയ്മ, ഇടത് ശക്തികൾ അവരുടെ പിണിയാളുകൾ മാത്രമാണ്, അതിൽ ഒരു ശങ്കയും വേണ്ട. അപ്പോൾ ഇവരുടെ പിണിയാളുകളായി, ഇസ്ലാമിക ശക്തികളുടെ പിണിയാളുകളായ, ഇടത് ശക്തികളുടെ പിണിയാളുകളായ ചരിത്രകാരന്മാർ, സ്വയം പ്രഖ്യാപിത ചരിത്രകാരന്മാർ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ സാധുതയും സത്യാവസ്ഥയും കുറിച്ച് എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടുകൂടി തന്നെ വേണം നാം അവയെ നോക്കിക്കാണുവാൻ. ആ സാധുതയും സത്യാവസ്ഥയും പരിശോധിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വെളിവായി വരും. അതിനൊരു തെളിവായി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. വീണ്ടും കാണാം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.